അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കോസ് ആൽഫ ബൈ സൈൻ ബീറ്റയുടെ വാല്യൂ 10ഉം കോസ് ആൽഫ ബൈ കോസ് ബീറ്റയുടെ വാല്യൂ 11 ആണെങ്കിൽ കോസ് സ്ക്വയർ ബീറ്റ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മളത് ചെയ്യേണ്ടത് അതിനെ ഒരേ രീതിയിലാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ഒരേ രീതിയിലാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് നോക്കുക. കോസ് ആൽഫ ബൈ സൈൻ ബീറ്റയെ നമ്മൾ കോസ് ആൽഫ ബൈ കോസ് ബീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 10/11. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇത് മേളിൽ പോകുമ്പോൾ എന്താവും? കോസ് ബീറ്റ മേളിൽ വരികയും കോസ് ആൽഫ താഴെ വരികയും ചെയ്യും അല്ലേ? എങ്ങനെ വരും? കോസ് ആൽഫ ബൈ സൈൻ ബീറ്റ മൾട്ടിപ്ലൈ. ഇത് മേളിൽ പോകുമ്പോൾ എന്ത് വരും? ഡിനോമിനേറ്റർ മേളിൽ വരും. കോസ് ബീറ്റ ബൈ കോസ് ആൽഫ. അതായത് എന്താ? പോയില്ലേ? കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ബീറ്റ ബൈ കോസ് ബീറ്റ ടാൻ ബീറ്റ. അപ്പോൾ കോസ് ബീറ്റ ബൈ സൈൻ ബീറ്റ കോട്ട് ബീറ്റ ഈക്വൽ ടു 10/11 അല്ലേ? അപ്പോൾ കോട്ട് ബീറ്റ എന്ന് പറഞ്ഞാൽ 10/11. അത് നമുക്ക് ഒരു ട്രയാങ്കിളിൽ വരയ്ക്കാം. കോട്ട് ബീറ്റ ബീറ്റ 10/11. ടാൻ ബീറ്റ ആണെങ്കിൽ എന്താണ്? 10/11 വരും. കോട്ട് ബീറ്റ. അപ്പോൾ നമ്മൾ ഇവിടെ ബേസ് ഇവിടെ 10/11 അല്ലേ? അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ത് വരും? 10 സ്ക്വയർ 100 പ്ലസ് 11 സ്ക്വയർ 221 അതിൻ്റെ റൂട്ട്. അപ്പോൾ റൂട്ട് 221 ആണ് ഹൈപ്പോട്ടനസ് വരിക. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? കോസ് സ്ക്വയർ ബീറ്റ. കോസ് സ്ക്വയർ ബീറ്റ ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചൂടെ? കോസ് ബീറ്റ എന്താ? 10/√221. അപ്പോൾ കോസ് സ്ക്വയർ ബീറ്റ എന്താ? 100/√221 സ്ക്വയർ എന്താ? 221. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുക ഇങ്ങനെ ചോദിച്ചാൽ.